ഹായ് എവരിവൺ, ഇന്നത്തെ വീഡിയോയിൽ പുതിയ OTT റിലീസുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി ബസൂക്ക എന്ന മൂവിയാണ്. മമ്മൂട്ടി പ്രധാന കഥാപാത്രമായി വന്ന മൂവിയാണ് ബസൂക്ക. ഇതിപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ സ്ട്രീമിംഗ് ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. ജൂൺ അവസാന വാരം ജിയോ ഹോട്ട്സ്റ്റാറിൽ ബസൂക്ക സ്ട്രീമിംഗ് ആരംഭിക്കും എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. അടുത്തതായി ഒരു ബയോഗ്രഫിക്കൽ മൂവിയായ രാജാ ശിവാജി എന്ന മൂവിയാണ്. ഇത് നെറ്റ്ഫ്ലിക്സിൽ ജൂൺ 26 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി ബ്ലാസ്റ്റ് എന്ന തമിഴ് ആക്ഷൻ മൂവിയാണ്. തിയേറ്ററുകളിൽ വളരെ വിജയം നേടിയൊരു മൂവിയാണ് ബ്ലാസ്റ്റ്. ഒട്ടും ഹൈപ്പില്ലാതെ വന്ന് എന്നാൽ ആൾക്കാരുടെ ജനശ്രദ്ധ മൊത്തം കീഴടക്കിയ മൂവിയാണ് ബ്ലാസ്റ്റ്. ഇത് നെറ്റ്ഫ്ലിക്സ് ആണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ജൂൺ 25 മുതൽ ബ്ലാസ്റ്റ് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി മലയാളം സ്പോർട്സ് ഡ്രാമ മൂവിയായ ബൾട്ടി എന്ന മൂവിയാണ്. ഇത് ആമസോൺ പ്രൈമിൽ ഈ മാസം അവസാനം സ്ട്രീമിംഗ് ആരംഭിക്കാൻ ഒരുങ്ങുന്നു. അടുത്തതായി ഹോളിവുഡ് മൂവിയായ അവതാർ ഫയർ ആൻഡ് ആഷ് എന്ന മൂവിയാണ്. അവതാറിന്റെ എല്ലാ സീരീസുകളും വളരെയധികം ശ്രദ്ധ നേടിയതാണ്. അതിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ അവതാർ 3 ആണ് ഈ പറയുന്ന അവതാർ ഫയർ ആൻഡ് ആഷ്. ഇതൊരു സയൻസ് ഫിക്ഷൻ മൂവിയാണ്. ഇത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിൽ അവതാർ ഫയർ ആൻഡ് ആഷ് ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നു. അടുത്തതായി മലയാളത്തിന്റെ സ്വന്തം ഇന്ദ്രൻസ് നായകനായി വന്ന കുണ്ടല പുരാണം എന്ന മൂവിയാണ്. ഇത് സൈന പ്ലേയിൽ ഉടൻ തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കാൻ ഒരുങ്ങുന്നു. അടുത്തതായി ഇന്ദ്രജിത്ത് പ്രധാന കഥാപാത്രമായി വന്ന മൂവിയാണ് മാരിവില്ലിൻ ഗോപുരങ്ങൾ. ഫാമിലി ഡ്രാമ കോമഡി മൂവിയാണിത്. ഇത് മനോരമ മാക്സ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. ജൂൺ അവസാന വാരം മാരിവില്ലിൻ ഗോപുരങ്ങൾ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. അടുത്തതായി രാംചരൺ നായകനായി വന്ന തെലുങ്ക് മൂവിയായ പെഡ്ഡി എന്ന മൂവിയാണ്. ഇതൊരു സ്പോർട്സ് ആക്ഷൻ മൂവിയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമ ഏറ്റെടുത്തിരിക്കുന്നത്. ജൂലൈ അവസാന വാരം അല്ലെങ്കിൽ ജൂലൈ ആദ്യ വാരം തന്നെ പെഡ്ഡി സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി ലിംഗം എന്ന ക്രൈം ത്രില്ലർ മൂവിയാണ്. ഇത് ജിയോ ഹോട്ട്സ്റ്റാറിൽ ജൂൺ 26 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി 2024 പുറത്തിറങ്ങിയ മലയാളം സ്പോർട്സ് ഡ്രാമ കോമഡി മൂവിയായ കപ്പ് എന്ന മൂവിയാണ്. 2024 പുറത്തിറങ്ങിയെങ്കിലും ഇത്രയും കാലം OTT റിലീസ് ചെയ്യാതെ വെച്ചിരിക്കുകയായിരുന്നു. ഇത് മനോരമ മാക്സ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. ജൂൺ 25 മുതൽ കപ്പ് മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി ബാലൻ എന്ന മൂവിയാണ്. വളരെയധികം ജനശ്രദ്ധ കീഴടക്കിക്കൊണ്ട് ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മൂവിയാണ് ബാലൻ. ജൂൺ 19 ബാലൻ തിയേറ്ററുകളിൽ എത്തിയത്. അപ്പോഴേക്കും C5 തന്നെ ബാലൻ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുകയാണ്. 40 ദിവസത്തിനുള്ളിൽ ബാലൻ C5ൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതായി ഹയ എന്ന ഫാമിലി ഡ്രാമ മൂവിയാണ്. ഇത് അധികം വൈകാതെ സ്ട്രീമിംഗ് ആരംഭിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അടുത്തതായി ഇംഗ്ലീഷ് ഹൊറർ മൂവിയായ ഡയേറ്റി എന്ന മൂവിയാണ്. ഇത് നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ പ്രൈമിൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അധികം വൈകാതെ തന്നെ ഡയേറ്റി നെറ്റ്ഫ്ലിക്സിലോ ആമസോൺ പ്രൈമിലോ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊക്കെയാണ് പുതിയ OTT റിലീസുകൾ. നിങ്ങൾ കാത്തിരിക്കുന്ന OTT റിലീസുകൾ ഏതെല്ലാമാണ്? കമന്റുകൾ രേഖപ്പെടുത്തുക. പുതിയ OTT റിലീസുകളെ കുറിച്ച് അറിയുന്നതിനും സിനിമ വിശേഷങ്ങളെ കുറിച്ച് അറിയുന്നതിനും സിനിമ ഒപ്പീനിയനുകളെ കുറിച്ച് അറിയുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.